എന്നും പുതുമ തോന്നിക്കുന്ന അപൂർവം ചിത്രങ്ങളാണ് വ്യത്യസ്തവും സുന്ദരവും കാലാതീതവുമായ പ്രണയകാവ്യം. ഞാനീ പറഞ്ഞു വരുന്നത് കാണാമറയത്തെന്ന ചിത്രത്തെക്കുറിച്ചാണ്. അഭിനയത്തിലും തിരക്കഥയിലും സംവിധാനത്തിലും മികവ് പുലർത്തിയവർ ഒന്നു ചേർന്നപ്പോൾ പിറന്ന അതിമനോഹര ചിത്രം. ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ റോയി വർഗീസ് തൻ്റെ പിതാവിൻ്റെ മരണശേഷം അദ്ദേഹം സ്പോൺസർ ചെയ്തിരുന്ന ഷേർലിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നു. ഷേർലി ഇതുവരെ തൻ്റെ സ്പോൺസറെ കണ്ടിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് അവൾ കത്തുകൾ അയക്കുമായിരുന്നു. തൻ്റെ സ്പോൺസറാണ് റോയ് എന്നറിയാതെ ഷേർലി റോയിയെ പ്രണയിച്ചു. എന്നാൽ തൻ്റെ പ്രായവ്യത്യാസവും മറ്റുള്ളവർ എന്തു പറയുന്ന ചിന്തയും അവളുടെ പ്രണയം അവൻ കണ്ടില്ല എന്ന് നടിച്ചു. ഒരു കാരണവശാലും തൻ്റെ പ്രണയം റോയ് അംഗീകരിക്കില്ല എന്നറിഞ്ഞ ഷേർലി ഒരു കന്യാസ്ത്രീയാകാൻ തീരുമാനിക്കുന്നു. ഇറ്റലിയിലേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ സ്പോൺസറെ കാണണമെന്ന് ഷേർലി ആഗ്രഹിച്ചെങ്കിലും റോയ് അതിന് സമ്മതിച്ചില്ല. ഷേർലി എഴുതിയ ഒരു കത്ത് മദർ സുപ്പീരിയർ റോയെ ഏൽപ്പിക്കുന്നു. അവസാനം അവൾ ആഗ്രഹിച്ചതുപോലെ റോയ് അവളുടെ മുമ്പിൽ എത്തുന്നു. ഒടുവിൽ റോയ് അവളുടെ സ്നേഹം അംഗീകരിക്കുകയും അവരൊരുമിക്കുകയും ചെയ്യുന്നു.